ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ വാട്സാപ്പ് യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ ആരും തന്നെ വാട്സാപ്പിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒന്നും യൂസ് ചെയ്യാറുണ്ടാവില്ല. ഒരു വാട്സാപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ നമ്പറിൽ വരുന്ന OTP മാത്രം കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെയാണ് വാട്സാപ്പ് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സ് വെച്ചിരിക്കുന്നത്. നമ്മൾ ആരും തന്നെ അത് എനേബിൾ ചെയ്തിട്ടുണ്ടാവില്ല, യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് അത് എനേബിൾ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് എനേബിൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ വാട്സാപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ 3 ഡോട്ട്സിലേക്കണം. എന്നിട്ട് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യണം. സെറ്റിംഗ്സിൽ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിൽ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളതിലേക്കണം. ഇതിൽ നിങ്ങൾ കാണാം, ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ പിന്നെ വാട്സാപ്പ് ID രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു പിൻ എൻ്റർ ചെയ്യണം. എനേബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ട ആ 6 ഡിജിറ്റ് പിൻ എൻ്റർ ചെയ്യണം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഡിജിറ്റ്സ് ഒന്നും യൂസ് ചെയ്യരുത്. മറിച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു റാൻഡം ആയിട്ടുള്ള ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്ത പിൻ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് ആ പിൻ തന്നെ ഒന്നുകൂടി കൺഫേം ചെയ്യണം. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യണം. എങ്ങാനും നിങ്ങൾ ഈ പിൻ മറന്നു പോവുകയാണെങ്കിൽ അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇമെയിൽ ID യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഇമെയിൽ ID തന്നെ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് ഒന്നുകൂടി ഈ ഇമെയിൽ ID കൺഫേം ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഇത് സേവ് ആവാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് എനേബിൾ എന്നൊരു മെസ്സേജ് കാണാം. അതിൽ ഡൺ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇത് എനേബിൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ വാട്സാപ്പ് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടിയും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ പിൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് എനേബിൾ ചെയ്യണ കൊണ്ടുള്ള ഗുണം ഇതല്ല. കാരണം നിങ്ങൾ ഈ പിൻ എൻ്റർ ചെയ്തതിന് പകരം ഫോർഗോട്ട് പിൻ കൊടുത്ത ആ പിൻ ഡിസേബിൾ ആവും. പക്ഷേ നിങ്ങൾ വേറൊരു ഫോണിൽ നിന്ന് ഈ സെയിം അക്കൗണ്ടിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പിൻ എൻ്റർ ചെയ്യാതെ പറ്റില്ല. ഈ പിന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇമെയിൽ വഴി റീസെറ്റ് ചെയ്തിട്ടായാലും പിൻ എൻ്റർ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളല്ലാതെ വേറെ ആർക്കും നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ടിൽ സെയിം നമ്പറിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അയാൾക്ക് നിങ്ങളുടെ പിൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിൽ ആക്സസ് ഉണ്ടാവണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ഡിസേബിൾ ചെയ്യാം. അതിന് പിൻ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്യാം. അതുപോലെ പിന്ന് ചേഞ്ച് ചെയ്യാം, ഇമെയിൽ ID ചെയ്ഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്